ദിവസം പ്രതി വെള്ളത്തുണികൾക്ക് ഉജാല മുക്കി വെളുപ്പിച്ചിട്ട് ഉജാലയുടെ ഈ ഒരു രഹസ്യം ഇതുവരെ അറിയാതെ പോയല്ലോ നമ്മൾ, അല്ലേ? വെളിച്ചെണ്ണയും ഉജാലയും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോക്കും. മുഖക്കുരു മാറാനും നിറം വർദ്ധിപ്പിക്കുവാനും കിടിലൻ സൂത്രമുണ്ട്. അതുപോലെ തന്നെ ഇനി തലയിൽ ഡൈ അടിച്ചിട്ട് ഡൈ ആകാൻ വേണ്ടിയിട്ട് ആരും നിൽക്കണ്ട കേട്ടോ. നമ്മുടെ ഉപ്പും കറുവാപ്പട്ടയും കൊണ്ടൊക്കെ കിടിലൻ സൂത്രം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വിനിയാസ് വേഡിലേക്ക് സ്വാഗതം. ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടി ഞാനിവിടെ മുരിങ്ങയിലയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല ഇളത്തയായിട്ടുള്ള മുരിങ്ങയില വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മുരിങ്ങയില ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പില്ലെങ്കിലും പൊടിയുപ്പിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാടിവെള്ളമാണ് വേണ്ടത്. കാടിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയൊക്കെ കഴുകുന്ന ആദ്യം ആ അരി കഴുകുന്ന വെള്ളമില്ലേ, ആ വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേ ഞാൻ അരി കഴുകിയ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ കാടിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അരച്ചെടുത്ത് കഴിയുമ്പം ഇതുപോലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വേദനയും നീരും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയിലയും ഉപ്പും ഒക്കെ അരച്ച് പുരട്ടുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അത് കാടിവെള്ളത്തിലൂടെ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് കിട്ടുമെന്ന് മാത്രം. ഇതൊരു നല്ല പരമ്പരാഗതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. മുരിങ്ങയിലയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കോശങ്ങളിലെ വീക്കം ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ അമിതമായിട്ടുള്ള നീരൊക്കെയുള്ള ഭാഗങ്ങളിൽ ഈ മുരിങ്ങയില ഉപ്പും ഒക്കെ അരച്ച് ചേർത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ നീരൊക്കെ നല്ലതുപോലെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നീര് വലിയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പൊടിയുപ്പിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഈ പേസ്റ്റ് ഇങ്ങനെ വേദനയും നീരുമുള്ള സന്ധികളിലോ പേശുകളിലോ ഒക്കെ പുരട്ടിയതിന് ശേഷം ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ഇനി അടുത്ത ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരേ ഒരു കഷ്ണം വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 to 10 ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. നമുക്കറിയാം മലബന്ധം എന്ന് പറയുന്നത് എത്ര പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണെന്ന്, അല്ലേ? ധാരാളം വെള്ളം കുടിക്കുക, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഓട്സ് എന്നിവയൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ദിവസവും വ്യായാമം ചെയ്യുക. അങ്ങനെ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊന്ന് മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അത് ഫലം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. 3-4 മിനിറ്റ് ഒന്ന് വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വെളുത്തുള്ളിയും ഒപ്പം തന്നെ മുന്തിരി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെയും നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ ആ മുന്തിരിങ്ങയും ആ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മലബന്ധം എന്നുള്ള ആ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം തന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം നമ്മുടെ വയറ് നന്നായിട്ട് തന്നെ ശുദ്ധിയാകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ ഉപ്പ് ഭരണി ഒന്ന് എടുത്ത് നോക്കാം. മിക്കവരുടെയും വീടുകളിൽ ഉപ്പിട്ട് വയ്ക്കുന്ന ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലൊക്കെ വെള്ളം ഒരുപാടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് അലുത്തിട്ട് വെള്ളക്കെട്ട് പോലെ ഉണ്ടാകും. അതായത് അലുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ? ഇതിപ്പോൾ നോക്കിയേ വലിയ കുഴപ്പമില്ല. എന്നാലും ഉപ്പ് പൊടി രൂപത്തിലായിരിക്കത്തില്ല ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപ്പ് വെള്ളം കെട്ടിപ്പോകാതിരിക്കാനുള്ളൊരു കൊച്ചു ടിപ്പ് പറഞ്ഞുതരാം. ഒന്നല്ല, ഒട്ടനവധി ടിപ്പുകളുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ എടുക്കുന്ന സ്പൂണ് അത് തടി കൊണ്ടുള്ള സ്പൂണ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചിരട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് ഉപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി. ഉപ്പ് പെട്ടെന്നൊന്നും അലുത്ത് പോകത്തില്ല, കട്ട കെട്ടി പോകത്തില്ല. പിന്നെ വേണ്ടത് ഇതേ കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് കുത്തി ഒന്ന് ഇറക്കി അങ്ങ് വെച്ച് കൊടുക്കാം. മുകളിലോട്ട് ഇടുകയൊന്നും വേണ്ട, അങ്ങ് ആ ഉള്ളിലോട്ടൊന്ന് ഇറക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ വേറൊരു ടിപ്പുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ടൂത്ത് പിക്ക് ഇല്ലേ, ടൂത്ത് പിക്ക് ഒരു 3-4 എണ്ണം എടുത്തിട്ട് ഈ ഉപ്പിനകത്തോട്ടൊന്ന് കുത്തി ഇറക്കി ഒന്ന് വെച്ചിരുന്നാലും മതി കേട്ടോ. അതായത് തടി
തടിയുടേതായ സ്പൂണുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഐസ്ക്രീമൊക്കെ നമ്മൾ കോരി കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു തടി കൊണ്ടുള്ള സ്പൂണില്ലേ, അതാണെങ്കിൽ ഒരു 2-3 എണ്ണം ഈ ഉപ്പ് ഭരണിക്കകത്ത് ഇട്ട് വെച്ചിരുന്നാലും മതി. ഉപ്പ് പെട്ടെന്ന് കട്ട കെട്ടി പോകത്തില്ല, അലുത്ത് പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടി ഒന്ന് പറയണേ. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു പാനിലോട്ട് ഞാനൊരു 2-3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ തുളസിയിലയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തുളസിയില ഒരു പിടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നോക്കി വൃത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം തുളസിയില എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് വന്നപ്പോൾ തന്നെ ആ ഒരു കളർ നോക്കിയേ, കളർ നല്ലപോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ ഞാനൊരു പഴയ ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുടിക്കാനായിട്ടൊന്നുമല്ല, ഫ്ലാസ്കിൽ ഒഴിച്ചത് കൊണ്ട് ആരും കുടിക്കാനാണെന്ന് വിചാരിക്കരുത്, കുടിക്കാനൊന്നുമല്ല. അപ്പോൾ ആ ഇലയും ഒക്കെ കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഈ ആവിയൊന്നും വെളിയിലേക്ക് ഒരുപാട് പോകാതെ വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവത്തില്ല, പുറത്തോട്ടൊന്നും വെള്ളമൊന്നും പോകത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതെന്തിനാണെന്ന്. പറയാട്ടോ, നമുക്ക് ഇത് മുഖത്ത് ആവി അടിക്കാനാണ്. അപ്പോൾ പഴയ ഫ്ലാസ്കൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് ഇതിന് ചെറിയ ഹോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് സുരക്ഷിതമായിട്ട് ദേഹത്തൊന്നും വീഴുകരുത്, ചൂടുവെള്ളമാണ്. എന്നിട്ട് ഇതിൽ നിന്നും വരുന്ന ഈ ആവി നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടുപ്പിക്കുകയാണെങ്കിൽ മുഖക്കുരു, മുഖത്തെ കറുത്ത പാടുകൾ ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ മുഖത്തെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടിട്ട് മുഖം നല്ല നിറം വയ്ക്കുവാനും ക്ലീൻ ആകാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ വലിയൊരു കുടത്തിലോ അല്ലെങ്കിൽ വലിയ മൊന്തയിലോ ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ വെള്ളം എടുക്കുമ്പം അത്ര എന്താ പറയുക, നമുക്ക് സുരക്ഷിതമല്ല. ഇതിപ്പോൾ ഫ്ലാസ്ക് ആയതുകൊണ്ട് പുറത്തോട്ട് ചൂടൊന്നും വരത്തില്ല. നമുക്ക് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് നമുക്ക് മുഖത്തൊക്കെ നല്ലപോലെ ഈ ഒരു ആവി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുഖത്തെ കറുത്തപ്പാടുകളൊക്കെ മാറി മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു സ്ഥിരമായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു കെമിക്കലിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുഖം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, 1 സ്പൂണൊക്കെ മതിയാവും. ഇനി ഒരു 3-4 ഡ്രോപ്പ് ഉജാല, ഇത്രയും മതി. ഉജാലയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉജാലയും വെളിച്ചെണ്ണയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നോക്കി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മതി, ഒരുപാടൊന്നും ആവശ്യമൊന്നുമില്ല, കുറച്ച് മതിയാവും. എന്നിട്ടൊരു കോട്ടൻ്റെ തുണി എടുക്കുക. തുണി എടുത്തിട്ട് നമുക്ക് ആ കോട്ടൺ തുണിയിലേക്ക് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ഉജാല മിക്സ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാവേ. എന്നിട്ട് ഇതിൻ്റെ ആ മഹാത്ഭുതം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമ്മുടെ സോഫ സെറ്റിയുടെയൊക്കെ ആ ഒരു പോളിഷൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ ഒരു തുണിയിൽ ഈ വെളിച്ചെണ്ണയും ഉജാലയും കൂടെ മുക്കി ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പൂപ്പലും ഒക്കെ മാറിയിട്ട് ആ ഒരു നഷ്ടപ്പെട്ടു പോയ തിളക്കവും മിനുസും ഒക്കെ നമുക്ക് തിരിച്ച് കിട്ടും. നല്ലൊരു പോളിഷ് ചെയ്തതുപോലെ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ കൈയൊക്കെ വെക്കുന്ന ഈ ഒരു ഭാഗത്ത് കണ്ടോ കുറേ അധികം പൂപ്പലും അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ എപ്പോഴും ടച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ആ പോളിഷൊക്കെ ഒന്ന് പോയിട്ടിട്ട് ഒരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ടൊരു തിളക്കമൊക്കെ കിട്ടിയിട്ടില്ലേന്ന് നോക്കിയേ. അപ്പം നിങ്ങളുടെ മരത്തിൻ്റെ ഉരുപ്പടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം കതക് അതുപോലെ തന്നെ ഇതുപോലുള്ള സോഫ സെറ്റിയുടെയൊക്കെ തടിയുടെ ആ ഒരു ഭാഗവ്, അങ്ങനെ നിങ്ങൾക്ക് കബോർഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പോളിഷ് ചെയ്ത മാതിരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഉജാലയുടെ ഈ ഒരു മാന്ത്രിക സൂത്രം നിങ്ങൾ മറക്കരുതേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് കടക്കാം. ഇനി ആരും തലയിൽ ഡൈ ആവാനായിട്ട് നിൽക്കണ്ട. ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുക. അതിലോട്ട് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കരിഞ്ചീരകം എടുത്തോളൂ കേട്ടോ. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കടുകൊക്കെ പൊട്ടുന്നതുപോലെ പൊട്ടി വരും. പൊട്ടി വന്നതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുമ്പം ഇതുപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് ഞെരടി നോക്കുമ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു വരണം. ഇതാണ് ഇതിൻ്റെ കണക്ക്. അതിനുശേഷം ഇത് തണുപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക.
നന്നായിട്ട് തണുക്കണ്ട. ഏകദേശം നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്ന ആ ഒരു പരുവത്തിൽ തണുത്ത് വരുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൊടിയായിട്ടല്ല കിട്ടുന്നത്. ഈ ഒരു പരുവത്തിലാണ്, ഒരുമാതിരി എണ്ണ പോലൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരി കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടുന്നത്. ഞാനത് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. കെമിക്കലുകളുടെ പുറകെ ഒന്നും ഇനി പോവേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഇത് നിൽക്കത്തില്ല കേട്ടോ. വാട്ടർ പ്രൂഫാണ്. ഇതുണ്ടോ, നമ്മളിങ്ങനെ നന്നായിട്ട് കഴുകിയാൽ പോലും കൂടി ഇത് പോകത്തേയില്ല. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ടച്ചപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെളുത്ത മുടി കാണുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഒരു 3 ദിവസമൊക്കെ നിൽക്കും, 3 അല്ലെങ്കിൽ 4 ദിവസമൊക്കെ നിൽക്കും. കുളിച്ചാലൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഹെയർ ഡൈ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പം അത് എടുത്തിട്ട് ഇതുപോലൊരു വിക്സിൻ്റെ ഒരു കാലി ബോട്ടിലുണ്ടായിരുന്നു, അതിലാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ഇതുപോലെ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ അടച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാം. എന്നിട്ട് ഇതുപോലെ അല്പമായിട്ട് എടുത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വെള്ളമുടിയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കെമിക്കലുകളെക്കാട്ടിലും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.